അല്ലെങ്കിൽ സ്റ്റേറ്റ് മീറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു അപൂർവമായിട്ടാണെന്ന് തോന്നുന്നു നമ്മള് മാറ്റിലോട്ട് കളി കളിച്ചിട്ടുള്ളൂ. പിന്നെ ഇഞ്ചുറീസ് കൂടുതലായിരുന്നു. ഇഞ്ചുറീസ് അല്ല, നമ്മളെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ച് മണ്ണിലുണ്ടാവുമ്പോൾ ചെറിയ മുറിവുകൾ, ചതവുകൾ അങ്ങനെ ഉള്ളായിരുന്നു. പക്ഷേ മണ്ണിൽ നിന്ന് മാറ്റിലോട്ട് വന്നപ്പോഴാണ് ശരിക്കും ഇഞ്ചുറികൾ കൂടിയിട്ടുള്ളത്. മാറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വന്നിരിക്കുന്നത് മാറ്റിലോട്ട് പ്ലേയേഴ്സ് ആയപ്പോഴാണ്. പണ്ടെന്ന് പറയാൻ ലോങ് ലാസ്റ്റിംഗ് കരിയർ ആയിരുന്നു പ്ലേയേഴ്സിന്. അതായത് ഇപ്പോൾ ഒരു 5, 6, 7 വർഷത്തിൽ കൂടുതലെല്ലാം പ്ലേയേഴ്സ് കളിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 4 വർഷം അല്ലെങ്കിൽ 5 വർഷവും. നമ്മള് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും നിയമങ്ങളിൽ നമുക്ക് ഈ തേർഡ് റൈഡിന് പോയിന്റ് എടുക്കണം, അങ്ങനെയല്ല, സ്ലോ കളി. ഇപ്പൊ മൂന്നാമത്തെ റൈഡും പോയിന്റ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു പണ്ടത്തെ ഇത്. അപ്പൊ ഈ നിയമം മാറിയപ്പം അത് കളീനെ ഏതെങ്കിലും രീതി ബാധിച്ചിട്ടുണ്ടോ? കളി കാണാൻ നല്ല രസമായിട്ടുണ്ടോ? നല്ല ഫാസ്റ്റ് ആയിട്ട്, കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട്. മറ്റേ ഒരു 5 പോയിന്റ് ലീഡ് കഴിഞ്ഞാൽ അവര് ബൾക്കിനകത്തോട്ട് കയറത്തില്ല, അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. മറ്റേ ഒരു ഉറക്കം തൂങ്ങിയ കളികൾ അത് ഇപ്പോഴും ഏകദേശം അങ്ങനെ. ഇപ്പോഴത്തേക്ക് പറയുന്നത് നമ്മളെ ക്ലബ്ബുകൾ അവസ്ഥയിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളെ കൊല്ലം ടീമിൽ ബോയ്സിനും അതേ കണക്ക് ഒരു എന്താ പറയുക പഴയ ഒരു നിലവാരം എന്നെ സംബന്ധിച്ചോ ഞാൻ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു നിലവാരം ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ ഇത് പറയുന്നത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ കളിച്ച് വെച്ചിരിക്കുന്നത് നമ്മളെ സീനിയേഴ്സൊക്കെ ഉണ്ടാക്കുന്ന അല്ലേ, നമ്മളെ കാലഘട്ടത്തിൽ ആ കളിച്ച പ്ലേയേഴ്സ്, കേരളത്തിന് വേണ്ടി കളിച്ചിരിക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ടാലന്റ് ഉള്ള പ്ലേയേഴ്സ് ആയിരുന്നു. അവരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തേക്ക് പൊതുവേ കൊല്ലത്തെ ആയാലും ശരി, നമ്മളെ കേരളത്തിലായാലും ശരി, പൊതുവെ ബോയ്സ് പ്ലേയേഴ്സിന് എല്ലാവരും പറയുന്നില്ല, ബോയ്സിലെ പ്രത്യേകിച്ച് എറണാകുളം തൊട്ട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നിലവാരം താഴോട്ടാണ് പറയുന്നത്, ഒരിക്കലും മേളിലോട്ട് വന്നിട്ടില്ല. പണ്ടത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ എല്ലാവരും പറയും ഈ ഒരു കാസർഗോഡിൽ ഒരു 100 ടീം കളിച്ചു, 90 ടീം ജില്ലാ മീറ്റ് കളിച്ചു എന്ന് പറയും. പക്ഷെ കൊല്ലത്താണെങ്കിൽ ഒരു 16 ടീമോ 12 ടീമോ ആയിരിക്കും വരുന്നത്. പക്ഷെ വരുന്നെന്നുണ്ടെങ്കിൽ കളിക്കുന്ന ഒരു 6 ടീം 7 ടീം ഉണ്ടെങ്കിൽ അത് ടീമായിരിക്കും. ആ ഒരു ടീമിലെ 7 പോയാൽ അവിടെയുള്ള 90 ടീം വന്നിട്ടും കാര്യമില്ല, ഈ 7-ലുള്ളവരായിരിക്കും കപ്പടിക്കുന്നത്. അമ്മാതിരി പ്ലേയേഴ്സ് ആയിരുന്നു കൊല്ലത്തോട്ട് കളിച്ച സമയത്ത്. നമ്മൾ കളിച്ച ഏതെങ്കിലും വീഡിയോകളോ കാര്യങ്ങളോ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മള് അത് ഞാൻ ഇപ്പൊ കൊതിക്കുന്നു. അന്ന് മൊബൈലില്ല, മറ്റേ പാമ്പും കോണിയും കളിക്കുന്ന ആ ഒരു മൊബൈലും വെച്ചാണ് നമ്മൾ നടന്നത്. ഇപ്പോഴത്തെ പിള്ളേര് അവരുടെ കളിയും ജമ്പിങ് ഒക്കെ ഇത് കണ്ട എന്റെയാണ്. അപ്പൊ ഇതിന്റെ അപ്പുറം നടന്നിട്ടുണ്ട് ആ സമയത്ത്. മാച്ച് ലൈവാണ് അല്ലേ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മാച്ച് ലൈവാണ്. എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളതാണ് ലൈവ് ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ മിസ്റ്റേക്ക് അവർ ഓരോ കളികൾ കണ്ടെത്തിയിട്ട് എല്ലാവർക്കും തിരുത്താൻ വരാൻ പറ്റും. നമ്മൾ കളിച്ചേക്കുന്നത് നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പിള്ളേര് ഈ കണ്ടല്ലേ, അവന്റെ മോനാണ് എന്തൊരു കളി, അവന്റെ ഇത് അവൻ ഇത്രയും തന്നെ. പണ്ട് നമ്മൾ കളിക്കുമ്പോ അവര് നിക്കറും മഞ്ഞേനും ഇട്ട് അവിടെ എവിടെ ആ ഒരു ലെവലിലുള്ള ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല സ്വീകാര്യത വന്ന് ഗെയിമില് പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് ഇപ്പൊ പ്രോ കബഡി വന്നതുകൂടി തന്നെ നമ്മളെ ഗെയിമിന്റെ പോപ്പുലാരിറ്റി വളരെ പണ്ടത്തെ കഴി എന്ന് പറയുന്ന ഗെയിമിൽ വളരെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. അത് പോപ്പുലാരിറ്റി വൈസ് തന്നെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം IPL കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് നമ്മുടെ പ്രോ കബഡിക്ക് തന്നെയാണ്. അത്രത്തോളം വ്യൂവേഴ്സ് അതായിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഫൈനൽ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ടാറ്റ എല്ലാവരും ഒരു ടാറ്റ പറയാനുണ്ട്. അളിയൻ പറഞ്ഞ പഴയ പ്ലേയേഴ്സ് എല്ലാം ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അല്ല അത് പറയാ എന്ന് വെച്ചാല് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആരും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം പുതിയ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും പുതിയ ആൾക്കാരെ അറിയാവുള്ളൂ. ഇപ്പോഴും ഞാൻ അത് പറയാൻ വിട്ടുപോയി, ഇപ്പോഴും പ്ലേയേഴ്സ് ആണ്. അപ്പൊ ഇനിയും ഒരു അവസരം വന്നാൽ നമ്മൾ ഇറങ്ങുകയും ചെയ്യും. ഇവര് ഇപ്പോഴും കളിക്കും. ഇപ്പോഴും ആലപ്പുഴ പോയി കപ്പെടുത്തില്ലേ, ഇവർ രണ്ടുപേരും പോയി ആലപ്പുഴയും പോയി കപ്പടിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെയും പ്ലേയേഴ്സ് ആണ്. ഓക്കെ, അത് മാത്രമല്ല ആദ്യ കാലഘട്ടത്തിലെ സായി പ്ലെയറൂട്ട് നമ്മളെ കൂട്ടുകാരന് സുകേഷ് എന്ന് പറഞ്ഞ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ അല്ലേ നമ്മളെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ സായില് കപ്പടിച്ച ഒരു 3 വ്യക്തി. അതെ, ഇതേപോലെ അത് 2011 ജൂനിയർ ഇതേപോലെ ഒരു ചാമ്പ്യൻഷിപ്പിൽ ചെറുക്കര താഴത്ത് വെച്ച് നടക്കുമ്പോ 20 ടീമാണ് ആ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. അത് ഞങ്ങൾ 3 പേര്, അതും പ്ലെയിൻ 7-ല്. പ്ലെയിൻ 7-ല് ഞങ്ങൾ 3 പേര്.